ഈ വിഷയത്തിൽ PS പ്രശാന്തിന് ഒരു തുറന്ന മനസ്സോടുകൂടി അല്ലെങ്കിൽ തനിക്കൊരു തെറ്റ് പറ്റിപ്പോയി അതിലൊരു പ്രായശ്ചിത്തം എന്ന വണ്ണമാണോ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെ പ്രശാന്ത് ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ പ്രശാന്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം നൽകിയ ആ ബൈറ്റിലൂടെ മനസ്സിലാക്കുന്നത്? എൻ്റെ മാത്രമല്ല, കൈപ്പള്ളിയുടെയും സുഹൃത്താണ്. ഇപ്പോൾ പ്രശാന്ത് ഇന്നിപ്പോൾ കണ്ടപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത്, ഞാനും മാധ്യമപ്രവർത്തനം പഠിച്ച ആളാണ്. ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൊക്കെ അദ്ദേഹം അസ്വസ്ഥനാണ്. അതിലേറ്റവും കൂടുതൽ അദ്ദേഹം അസ്വസ്ഥനായിരിക്കുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ ഈ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിക്കുന്ന സമയത്താണ് മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് സ്വാമി ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നത്. അത് പിന്നീട് അടുത്ത ദിവസമാണ് പന്തളത്ത് സംഗമം നടക്കുന്നത്, സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഗമം നടക്കുന്നത്. ഇതിലെല്ലാം വലിയ ചർച്ചാ വിഷയം. സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വ്യാപകമായും ഈ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും ഒക്കെ തന്നെ സൈബർ ഹാൻഡിലുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ അദ്ദേഹം അസ്വസ്ഥനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇന്നത്തെ ഈ ഖേദപ്രകടനം. തീർച്ചയായും അവിടെ പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ പ്രശാന്തിനെ PS പ്രശാന്തിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഒരുമിച്ച് ജേർണലിസം പഠിച്ചതാണ്. ഞങ്ങളൊരു ക്ലാസ്മേറ്റ്, ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ജേർണലിസം പഠിച്ചു. എൻ്റെ അടുത്താണ് ഇരുന്ന് പഠിച്ചത്. അപ്പോൾ വളരെ വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇങ്ങനെ പ്രശാന്തോട് വളരെ നിഷ്കളങ്കനായ, അതിനുശേഷം കോൺഗ്രസിൽ പ്രവർത്തിക്കുകയായിരുന്നു. ആ സമയത്ത് കോൺഗ്രസിൽ പ്രധാനപ്പെട്ട പാർട്ടി സ്ഥാനങ്ങൾ വഹിച്ച വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹം നെടുമങ്ങാട് മത്സരിക്കുന്നു. അതിനുശേഷമുണ്ടായ അസ്വാരസ്യങ്ങൾക്ക് ശേഷമാണ് പാർട്ടി വിട്ട് CPM-ലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന ഒരു പ്രശാന്തിനെ സംബന്ധിച്ചോളം വളരെ നിഷ്കളങ്ക വ്യക്തിയാണ്. ഒരുപക്ഷെ ആ സ്പോട്ടിൽ, ആ അയ്യപ്പ സംഗമത്തിൽ ആവേശം മൂത്തിട്ടാണോ, അതല്ല ഇനി ഇങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ അനന്തൻ ഈ മുഷ്ടി ചിരട്ടി ഒരു ശരണം വിളിച്ചാൽ അത് ആചാര ലംഘനത്തിന്റെ പരിധിയിൽ വരുമോ? ഈ ആഗോള അയ്യപ്പ സംഘം റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ഈ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് ഈ ചടങ്ങ് സമാപിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ മുഷ്ടി ചുരുട്ടി ശരണം വിളിക്കുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് മിക്കവാറും പ്രശ്നമാവുമല്ലോ എന്ന്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ സോഷ്യൽ മീഡിയയിൽ ഈ കാര്യം വരാൻ തുടങ്ങി. അപ്പോഴേ കൈവിട്ടുപോയി. പക്ഷേ ഇതിനകത്ത് അതൊരു ബോധപൂർവമുള്ള ഒരു അവഹേളനമോ അങ്ങനെയൊക്കെ ആകുമ്പോഴാണല്ലോ അതിനകത്തൊരു പ്രശ്നം വരുന്നത്. അപ്പം വേറൊരു രാഷ്ട്രീയം വെച്ചുകൊണ്ട് എന്നാൽ ഞാൻ ഇങ്ങനെ ശരണം വിളിച്ചേക്കാം, ഇതാണ് എൻ്റെ രീതി എന്ന് പറയും. അത് അബദ്ധം പറ്റിയതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്. അല്ല, അത് സ്വാഭാവികമായിട്ടും ഈ ആഗോള അയ്യപ്പ സംഗമത്തെ ആയി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദമായിരുന്നല്ലോ. അപ്പോൾ അത് രാഷ്ട്രീയമായ എതിർപ്പുകളും രാഷ്ട്രീയമായ രാഷ്ട്രീയ പ്രതിവാദങ്ങളുമാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണം എന്ന മട്ടിൽ തന്നെയാണ് വന്നത്. അത് ഒരു സ്വാഭാവികമായ അയ്യപ്പ ഭക്തരുടെ ഭാഗത്തുനിന്ന് വൈകാരികമായ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ അത് വന്നിട്ടേ ഇല്ല. അത് കാണുന്നവർക്കെല്ലാം മനസ്സിലാകും. അനന്തം പറഞ്ഞതുപോലെയാണ്. കാരണം വിശ്വ ഹിന്ദു പരിഷത്തിന്റെയോ ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ആളുടെ ഭാഗത്തുനിന്ന് വന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ എന്താണ്, ഇന്ന് ഈ വാർത്ത ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ പ്രതികരണം ബ്രേക്ക് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ രതീഷ് അനിരുദ്ധൻ ആ സമയത്ത് കണക്ട് ചെയ്യപ്പെട്ട കോൺഗ്രസ് നേതാവിനോട്, പഴകുളം മധുവിനോട് ചോദിച്ചു. പഴകുളം മധു പറഞ്ഞ കാര്യം ഒന്ന്, പിണറായിയുടെ ഭക്തനാണ്, പിണറായിയെ ആ വേദിയിൽ ദൈവമായി കണ്ടു, പിണറായിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഭയപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അത് രാഷ്ട്രീയ ആരോപണമാണ്. ഇതിനകത്ത് പ്രശ്നമാവേണ്ടത് എങ്ങനെയാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഷ്ടി ചുരുട്ടി ശരണം വിളിക്കുമ്പോൾ പ്രശ്നമാകേണ്ടത് അയ്യപ്പ ഭക്തർക്കാണ്. അവർക്ക് ചിലപ്പോൾ ചില അയ്യപ്പ ഭക്തർക്ക് അത് തോന്നിയിട്ടുണ്ടാകും. കാരണം PS പ്രശാന്തിനെ അറിയാത്തവർക്കും ഒക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. PS പ്രശാന്ത് ഒരു ദൈവഭക്തനാണെന്നും അദ്ദേഹം സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകുന്ന ആളാണെന്നും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വേദിയിലൊക്കെ നിൽക്കുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, ആ അന്നേരത്തെ ഇതിൽ അറിയാതെ വന്നു പോയതാണ്. അത് അദ്ദേഹം തിരുത്തുകയും ചെയ്തു. തിരുത്തിയത് അത്തരം തെറ്റിദ്ധാരണ പറയുന്നവർക്ക് പറ്റത്തില്ല. മാത്രമല്ല, അദ്ദേഹം ഒരു പക്ഷേ ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ, ഞാൻ ഈ മുഷ്ടി ഉരുട്ടി ശരണം വിളിച്ചുകൊണ്ട് എന്ത് കുഴപ്പം, അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്, ഇതെന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞാൽ പ്രശ്നമായി. അതാണെങ്കിൽ അത് ബോധപൂർവം അദ്ദേഹം വേറൊരു രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതാണെന്ന് പറയാം. ഇത് അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അത് മനസ്സിലാക്കി, അതുകൊണ്ടാണ് തിരുത്തിയത്. ഇത് ഈ ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ വിവാദമായതുകൊണ്ടാണ് ആ ശരണം വിളിയും അതല്ല, അതൊരു വേറൊരു രീതിയിലാണ് നടന്നിരുന്നെങ്കിൽ, എല്ലാവരുടെയും പിന്തുണയാണ് നടന്നിരുന്നെങ്കിൽ ഇതൊരു വിവാദമായി വരികയില്ലായിരുന്നു. മറ്റൊന്ന്, ഇതിനെതിരെ പന്തളത്ത് മറ്റേ അയ്യപ്പ സംഗമം വന്നതോടുകൂടി അതും ഞാൻ പ്രതീക്ഷിച്ചത് അതൊരു ആത്മീയ പരിപാടിയായി മാറുമെന്നാണ്. പക്ഷെ അതും പൊളിറ്റിക്കലായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ എന്താ പറയുക, ആക്രമണം, പ്രത്യാക്രമണം എന്ന നിലയ്ക്ക് കണ്ടാൽ മതി. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അത് മാപ്പ് പറഞ്ഞോടുകൂടി അതാണ് പ്രശാന്ത്. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം, നമ്മൾ ഏത് നേതാവിനെ, രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചോളം അഡ്മിറ്റ് ചെയ്യുക, താൻ എന്തെങ്കിലും തന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ശരികേട് തോന്നിയിട്ടുണ്ടെങ്കിൽ, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യുകയാണ്. അല്ലാതെ ഈ പ്രതികരണം പ്രശാന്ത് എടുക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും സിദ്ധാന്തങ്ങളോ, നമുക്ക് മനസ്സിലാകാത്ത സിദ്ധാന്തങ്ങളൊന്നും
അദ്ദേഹം പറഞ്ഞില്ല. പിന്നെ പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം പ്രശാന്ത് എന്താണ് പൊളിറ്റിക്കൽ കരിയർ ഇനിയുമുണ്ട് അല്ലേ? കാരണം അദ്ദേഹം ഒരു പക്ഷേ പ്രശാന്ത് ഈ പ്രതികരണത്തെ, ഈ മുദ്രാവാക്യം വിളിയെ വലിയ തോതിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് കോൺഗ്രസ് ആണ്. അത് പ്രശാന്ത് കോൺഗ്രസിനെ ഒറ്റി ഇങ്ങോട്ട് വന്നു എന്നുള്ളൊരു വലിയ രാഷ്ട്രീയ രോഷം അവർക്കുള്ളിലുണ്ട്. അതുകൊണ്ടാണ് അതിനുശേഷം വന്ന കോൺഗ്രസിന്റെ പ്രതികരണമൊക്കെ ആ രീതിയിലുള്ളത്. അപ്പോൾ വരാൻ പോകുന്ന ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ്. പ്രശാന്തിന്റെ ടേം ഈ മണ്ഡലകാലത്തിന് 2 ദിവസം മുൻപ് പ്രശാന്തിന്റെ ടേം അവസാനിക്കും. പ്രശാന്തിന് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സീറ്റ് കിട്ടാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ രാഷ്ട്രീയ എതിരാളികൾ, ഇപ്പോൾ കോൺഗ്രസ്, സംഘപരിവാർ, BJP ആയിരിക്കണമെന്നില്ല, കോൺഗ്രസ് തന്നെ വലിയ തോതിലുള്ള പ്രചാരണം അയച്ചുവിടും. അത് ഇപ്പോൾ തന്നെ നടക്കുന്നത് എന്താണ്? പ്രശാന്ത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് എന്നത് ഒരു അവിശ്വാസിയായ വ്യക്തിയാണെന്നാണ്. പ്രശാന്ത് കെട്ട് നിറച്ച് ശബരിമലയ്ക്ക് പോകുന്ന വ്യക്തിയും അങ്ങനെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ അങ്ങനെ പോയിരിക്കുന്ന വ്യക്തിയുമാണ്. മുന്നിൽ ശബരിമല സീസൺ തുടങ്ങുമ്പോഴൊക്കെ സമയത്ത്, ദീപാരാധന സമയത്തും നട തുറക്കുമ്പോഴും ഒക്കെ വളരെ ഭക്തിയോടെ കൈകൂപ്പി നിൽക്കുന്ന ഒരാളാണ്. ചന്ദ്രക്കുറി ഇടാതെ ഞാൻ കണ്ടിട്ടില്ല. പ്രശാന്തൻ അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമായി തനിക്കെതിരെയും ഒപ്പം തന്നെ CPM-നെതിരെ ഒക്കെ ഇത് ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അടുത്ത 4-5 മാസം കഴിയുമ്പോൾ ഇലക്ഷൻ വരെയാണ്. തീർച്ചയായും അങ്ങനെയാണ്. അതാണ് ഇന്ന് പ്രശാന്തിന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. കാരണം മാതൃഭൂമി ന്യൂസിലൂടെയാണ് തന്റെ ഖേദപ്രകടനം നടത്തിയത് എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്.